എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൂടെ കൂടുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചന്ദ്രബോസും കൂട്ടുകാരും ചേർന്ന് വീട്ടിലെല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറക്കുകയാണ്. അങ്ങനെ മറ്റേ സർക്കാർ വകയുള്ള നോട്ടീസൊക്കെ അവർ വായിച്ച് അത് പതിപ്പിച്ച് സീൽ ചെയ്യുകയാണ് ഡോറ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ സത്യഭാമ ഒരു ഓട്ടോ വിളിച്ച് വരുത്തിയിരുന്നു. അതിലേക്ക് രാഘവൻ നായരെയും കൂട്ടി സത്യഭാമ കയറി പോവുകയാണ്. അപ്പം വിഷ്ണുവിനോട് പറയുന്നുണ്ട്, പുറകെ വരരുത്, നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സമയത്ത് നീ വന്നാൽ മതി, അല്ലാതെ ഞങ്ങളെ തൊട്ടു പോരെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ സത്യഭാമ ആകെ എടുക്കുന്ന നിലവിളക്ക് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കൂടിയാണ്, അതും എടുത്തിട്ട് ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പം വിഷ്ണുവിനോട് ചന്ദ്രബോസ് ഇതെല്ലാം കണ്ട് അങ്ങ് ആസ്വദിക്കുകയാണ്, വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നു. അപ്പം വിഷ്ണു ചോദിക്കുന്നു, ഇതെല്ലാം അവളെ കാണിക്കാനല്ലേ, സന്തോഷിക്കുക എന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, ഇപ്പം പന്ത് നിൻ്റെ കൂട്ടിലാണെങ്കിലും നാളെ ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അന്ന് നീയും അവളും കിടന്ന് കരയും, അങ്ങ് പരലോകത്തേക്ക് നിന്നെ ഞാൻ അയക്കുമെന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുകയാണ്. അങ്ങനെ വിഷ്ണു ദുഃഖത്തോടു കൂടി ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സത്യഭാമ ഇരിക്കുന്നതായിട്ടൊക്കെ വിഷ്ണുവിന് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അത് മറഞ്ഞും പോകുന്നു. അപ്പോൾ പിള്ളയോട് പറയുന്നു, വിഷമിക്കേണ്ട, നമുക്കിതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സത്യഭാമയും രാഘവൻ നായരും പോകുന്നത് വേറെങ്ങോട്ടുമല്ല, വൃദ്ധസദനത്തിലേക്കാണ്. അപ്പം അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ രാഘവൻ നായർ അത് കാണുന്നത് തന്നെ. വൃദ്ധസദനം എന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരന് സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സത്യഭാമ പറയുന്നു, നമുക്ക് ഇവിടെയാണ് ഇനി നമ്മൾ ജീവിക്കുന്നത്, ആർക്കും ഒരു ശല്യമില്ലാതെ നമുക്കിവിടെ കഴിയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവൻ നായരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് സത്യഭാമ. അപ്പോൾ പിന്നീട് അതിന് മുമ്പ് നമ്മുടെ സുസ്മിതയ്ക്ക് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ ചന്ദ്രബോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുസ്മിത ഈ വീഡിയോസും ഫോട്ടോസും കണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ രോഹിത് അവിടെ ഇരിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നു, നീ കണ്ടോ, ഇനി നീയാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ രോഹിത് എന്ത് ചെയ്യണമെന്ന് പറയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ചെറിയ സങ്കടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾ വീണ്ടും എരിവ് കുത്തി കയറ്റുകയാണ്. അപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു, ഇങ്ങനെ അവരെ ഇറങ്ങിപ്പോയതും അവരെ ഇറക്കി വിട്ടതും താൻ കാരണമാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സത്യഭാമയും രാഘവൻ നായരും വൃദ്ധസദനത്തിലേക്ക് കയറി പോകുന്ന രംഗങ്ങളാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.